പ്രിയപ്പെട്ടവരെ, സ്നേഹം എന്ന പദത്തിൻ്റെ ഏറ്റവും വ്യാപകവും ഏറ്റവും ആഴവും ഏറ്റവും സൗന്ദര്യാത്മകവുമായ പര്യായമായ ഒളിമ്പസിൽ വീണ്ടും വന്നു ചേർന്നതിൽ അത് ഒ.വി. വിജയൻ പറഞ്ഞ പ്രസിദ്ധമായ വരി പോലെ ഒരു നിയോഗം തന്നെ ആണ് എന്ന് വിശ്വസിക്കുന്നു. പ്രകൃത്യാത്മീയതയും വിജയൻ കൃതികളും ചേർത്ത് വച്ചുകൊണ്ട് സംസാരിക്കണമെന്നാണ് എന്നോട് പ്രിയപ്പെട്ട സന്തോഷ് പറഞ്ഞത്. ഒരുപാട് നേരം സംസാരിക്കാനോ, ഈയൊരു സ്ഥലം തസ്രാക്ക് നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി വന്ന ഖസാക്കിന്റെ ഇതിഹാസത്തിലൂടെ പ്രസിദ്ധമായതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒ.വി. വിജയൻ കൃതികളെ മുൻനിർത്തി പ്രകൃത്യാത്മീയതയെക്കുറിച്ച് വിചാരം ചെയ്യുമ്പോൾ അതിന് തക്കവിധം ഓർമ്മയിൽ നിന്നും നോവലിലെയും കഥകളിലെയും സന്ദർഭങ്ങൾ എടുത്ത് പെറുക്കി അടുക്കി ഒരു പ്രബന്ധ രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഓർമ്മയുടെ കുറവ് ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് ചില സന്ദർഭങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത്. അത് വിജയൻ കൃതികൾ വായിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ചിലപ്പോൾ വളരെ കുറച്ചായിരിക്കാം, ശുഷ്കമായിരിക്കാം. പ്രകൃതി എന്താണ്, ആത്മീയത എന്താണ്, ഒ.വി. വിജയന്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്, ഇത് മൂന്നിനെയും കുറിച്ച് വേറെ വേറെ പറഞ്ഞാൽ തന്നെ മണിക്കൂറുകൾ സംസാരിക്കാനുള്ള വകയുണ്ട്. അതുകൊണ്ട് അത്തരമൊരു സാഹസത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഒളിമ്പസ് ദർശനങ്ങൾ കൂടി ഉൾച്ചേർന്ന് വരുന്നതായിരിക്കും എൻ്റെ വാക്കുകൾ എന്നല്ലാതെ ഇതാണ് ഒളിമ്പസ് എന്നോ, അതുപോലെ വിജയൻ കൃതികളിലെ ചില സന്ദർഭങ്ങൾ വരും എന്നല്ലാതെ ഒ.വി. വിജയനെ കുറിച്ച് ഒരു സമഗ്ര പഠനമോ നടത്താൻ പ്രാപ്തിയുള്ള, അത്രയ്ക്ക് വലിപ്പമുള്ള ഒരാളാണ് ഞാൻ എന്ന് ഞാൻ സ്വയം കരുതുന്നില്ല. ആത്മീയത ഈ ലോകത്ത് 10 മനുഷ്യരെടുക്കുകയാണെങ്കിൽ അവർ 10 തലത്തിലോ 12 തരത്തിലോ ആണ് ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഞാനും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള യാത്രയിലാണ് എന്നല്ലാതെ അതിനെ വ്യാഖ്യാനിക്കാൻ ഞാൻ അശക്തനാണ്. ആത്മം, ഒളിമ്പസ് ദർശനത്തിൽ ആത്മം എന്ന് പറയുമ്പോൾ ഓരോ സത്തകൾക്കും അകത്തുള്ള അതിൻ്റെ അന്തര്യാമിയായ ചലനാവസ്ഥയാണ്, ചലനാത്മകതയാണ് എന്നാണ് എനിക്ക് ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സത്ത എന്ന പദം ബോധപൂർവം ഉപയോഗിക്കുകയാണ്. മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ വ്യക്തി എന്ന് പറയാമെങ്കിലും സത്ത എന്ന് പറയുന്നത് ഒളിമ്പസ് മനുഷ്യനെയും മറ്റ് ജീവപ്രകൃതിയെയും അജീവപ്രകൃതിയെയും, അജീവം എന്നൊരു പദം തന്നെ ഒളിമ്പസിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരാചരങ്ങൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിലും ചരമായതും
അല്ലെങ്കിൽ അചരമായതും ചരിക്കുന്നതും ചരിക്കാത്തതും ജീവനുള്ളതും അല്ലാത്തതും എന്ന തരത്തിലുള്ള വേർതിരിവുകളില്ലാതെ ലോകവസ്തുക്കൾക്ക് എല്ലാം തന്നെ ആന്തരിക സത്തയുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓരോ പദാർത്ഥത്തെയും ഓരോ സത്തകളായി പരിഗണിച്ചുകൊണ്ട് അവയുടെ ആത്മത്തെ അവയിലേക്ക് എത്താനുള്ള അവനവരിലേക്കും എത്താനുള്ള മാർഗത്തെ അന്വേഷിക്കുന്ന ഒരു ദീർഘമായ ആത്മീയ യാത്രയാണ് ഒളിമ്പസ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ആത്മം, ചില ആളുകൾ ആത്മീയത എന്ന് പറയുമ്പോൾ ക്ഷേത്രം പ്രതിഷ്ഠകൾ, അവയെ ദർശിക്കുക, പ്രാർത്ഥിക്കുക, നമസ്കരിക്കുക, മന്ത്രങ്ങൾ കേൾക്കുക അല്ലെങ്കിൽ ചൊല്ലുക, അല്ലെങ്കിൽ പുസ്തകങ്ങൾ പാരായണം ചെയ്യുക, കീർത്തനങ്ങൾ പാടുക, ഭക്തിഗാനങ്ങൾ കേൾക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ ഒരുപക്ഷെ പ്രാഥമികമായ കാര്യങ്ങളെ ആയിരിക്കാം ആത്മീയതയായി മനസ്സിലാക്കുന്നത്. പക്ഷെ ഒ.വി. വിജയന്റെ ആത്മീയത ഒളിമ്പസിൽ വന്നപ്പോൾ ആദ്യമായി ഞാൻ നേരിട്ട ഒരു ചോദ്യം, സംഭാഷണത്തിന്റെ ധാര മുറിയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. വിജയനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒളിമ്പസിൽ വന്നപ്പോൾ ആദ്യമായി ഞാൻ നേരിട്ട ഒരു ചോദ്യം, തത്തമംഗലത്തെ വീട്ടിന്റെ പുറം വരാന്തയിൽ നമ്മൾ രാത്രി ദീർഘനേരം വരെ ഇരിക്കുന്ന സംവാദങ്ങളില്, സത്സംഗങ്ങളില് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, മാഷ് നമ്മൾ ഭൂമിയുടെ മുകളിലാണോ അതോ അകത്താണോ എന്ന്. അവിടെ തൊട്ട് ഭൂമിയെയും മനുഷ്യരടക്കമുള്ള പ്രപഞ്ചത്തിലെ സത്തകളെയും കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പാതയിലായിരുന്നു. പകുതി വെച്ച് മുറിഞ്ഞുപോയി, ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടും പിന്നീട് കോവിഡിന്റെ വരവ്, അകന്നുപോകൽ. അപ്പോൾ തലയിൽ ജ്ഞാനങ്ങളെ കയറ്റിവെക്കലും ഇറക്കി വെക്കലും രണ്ട് കാര്യവും സന്തോഷം പറയാറുണ്ട്. ചിലതെല്ലാം ഇറക്കി വെക്കേണ്ടി വന്നുകൊണ്ട് ധാര മുറിയുന്നതിൽ ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ ഭൂമിയുടെ അകത്താണ്. നമ്മൾ ഭൂമിയുടെ മാത്രം അകത്തല്ല. ഭൂമി ഗയ്യാ സിദ്ധാന്തമൊക്കെ ഇവിടെ വിശദീകരിക്കുകയാണെങ്കിൽ ഇവിടെ സന്തോഷം പൊന്നി മഹിയൊക്കെ ഉണ്ട്. ഭൂമി ഒരു ജീവിയാണ് എന്ന മഹിയുടെ പ്രസിദ്ധമായ കവിതയ്ക്ക് പോലും കാരണമായിട്ടുള്ളത് ഗയ്യാ സങ്കല്പമാണ്. ഭൂമിക്ക് ജീവനുണ്ട് എന്നാണ്, ഭൂമിയിൽ ജീവനുണ്ട് എന്നല്ല, ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ട് എന്നല്ല, ഭൂമിക്ക് ജീവനുണ്ട് എന്ന് തന്നെയാണ്. ഭൂമിയുടെ ശരീരത്തിനകത്ത് ഒരു അവയവം പോലെയാണ് നമ്മൾ. കൂടിനുള്ളിലെ കൂട് എന്ന ഒരു അടിസ്ഥാന പ്രമാണവും ഒളിമ്പസിലുണ്ട് എന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഒരു വലിയ കൂട്, അതിനകത്തൊരു കൂട്, അതിനകത്തൊരു കൂട്, അതിനകത്തൊരു കൂട്, അങ്ങനെ ഉള്ളിൽ ലെയറുകൾ ഉള്ള പോലെ. വെറുതെ ഒരു ദൃശ്യബോധം കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. വലിയ സവാളയുടെ ഇങ്ങനെ ലെയറുകൾ ഉള്ള പോലെ ഈ മഹാപ്രപഞ്ചം, ആ പ്രപഞ്ചത്തിനകത്ത് മിൽക്കി വേ, അതിനകത്തൊരു സൗരയൂഥം എന്ന് പറയുന്ന ഭൂമി സ്ഥിതി ചെയ്യുന്ന ഒരിടം, അതിനകത്ത് ഭൂമി, പ്രപഞ്ചം, മിൽക്കി വേ, സൗരയൂഥം, ഭൂമി, ഭൂമിക്കകത്ത് ജീവപ്രപഞ്ചം, ജീവപ്രപഞ്ചത്തിനകത്ത് മനുഷ്യർ, മനുഷ്യർക്കകത്ത് നമ്മൾ, നമ്മുടെ അകത്ത് നമ്മുടെ അവയവങ്ങൾ, അവയവത്തിനകത്ത് കലകൾ, കലകൾക്കകത്ത് കോശങ്ങൾ, കോശങ്ങൾക്കകത്ത് കോശാന്തര ദ്രവ്യങ്ങൾ, ആ ദ്രവ്യങ്ങൾക്ക് അകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ, അങ്ങനെ ആറ്റങ്ങൾ, ആറ്റങ്ങൾക്കകത്തുള്ള പ്രോട്ടോൺ, ന്യൂട്രോൺ പോലുള്ള കണങ്ങൾ, അതിനകത്തുള്ള കോക്ക്. അത് മഹിമാഷാണ് അതൊക്കെ പറയാൻ പ്രാപ്തൻ, ഫിസിക്സിലെ അധ്യാപകൻ കൂടിയാണ്. അപ്പൊ സൂക്ഷ്മകണങ്ങളായ കോക്ക് വരെ അങ്ങനെ ഉള്ളിലേക്ക് അടുക്കി വെച്ച കൂടുകൾക്കുള്ളിൽ കൂടുകളായാണ് ഈ വ്യവസ്ഥ നിർമ്മിക്കപ്പെട്ടുള്ളത് അല്ലെങ്കിൽ സംഭവിച്ച് പോയിട്ടുള്ളത് എന്നാണ് ഏറെക്കുറെ, അല്ലേ സന്തോഷ് ജി? ഒളിമ്പസിൽ നിന്ന് അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒക്കെ ഓർമ്മയിൽ നിന്ന് ചെകഞ്ഞെടുക്കുകയാണ്. ഒരു വർഷമായിട്ട് ഞാൻ ഏകദേശം വിശ്രമത്തിലും രോഗശയ്യയിലുമാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പോൾ ഈ കൂടുകൾക്കുള്ളിൽ കൂട് എന്ന് പറയുമ്പോൾ ഈ ഓരോന്നും തമ്മിൽ കണക്റ്റഡ് ആണ്, ഇവ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഗുരുസാഗരത്തിലെ കുഞ്ഞുണ്ണിയുടെ ഓർമ്മകളിൽ
ഗുരുസാഗരം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ കുഞ്ഞുണ്ണിയുടെ ഓർമ്മകളിൽ അങ്ങനെ കയറ്റം കയറിപ്പോകുന്ന വണ്ടിപ്പോത്തുകൾ അവയുടെ പുറത്തേക്ക് ചാട്ടവാറുകൊണ്ട് ആഞ്ഞാഞ്ഞ് അടിച്ചുകൊണ്ട് ആ കയറ്റം കയറ്റിക്കുന്ന വണ്ടിക്കാരൻ ഏതൊരു നോവലിലും വരാവുന്ന ഒരു നാടൻ രംഗമാണ്. പക്ഷെ ഒരൊറ്റ വരിയാണ് എന്താണ് പ്രകൃത്യാത്മീയത എന്നതിലേക്ക് നയിക്കുന്ന വിജയൻ ദർശനം അവിടെ പൊട്ടിവിരിയുന്നത്. കറുത്ത തുകൽ ചട്ടകൾക്ക് മുകളിൽ ചാട്ടവാറടികൾ വന്ന് വീഴുമ്പോൾ മകനേ മകനേ എന്ന് മഹിഷ പിതാമഹൻ നിലവിളിച്ചു എന്നാണ് വിജയൻ പറഞ്ഞിരിക്കുന്നത്. മഹിഷ പിതാമഹൻ നിലവിളിച്ചു. പോത്ത അമറീന്നല്ല, മഹിഷം പിതാമഹനാണ്. അത് ജന്മജന്മാന്തരങ്ങളുടെ അല്ലെങ്കിൽ കാലത്തിന്റെ അല്ലെങ്കിൽ അനുസ്യൂതമായ പ്രപഞ്ചത്തിന്റെ യാത്രയുടെ വളർച്ചയിൽ എവിടെയോ പൂർവബന്ധത്തിൽ കൊരുത്തിടപ്പെട്ട ഒരു ജന്മം അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മഹിഷവും ഈ കറുത്ത പോത്തും. പിന്നെ ഇടയിൽ കുഞ്ഞുണ്ണി ഖേദിച്ചു, വ്യാകുലപ്പെട്ടു. എപ്പോഴും വലതുവശത്ത് നടക്കുന്ന പോത്തിനാണല്ലോ ഈശ്വര അടിയേൽക്കുന്നത്. എപ്പോഴും അടി കൊള്ളാൻ ഒരു പോത്തുണ്ടായിരിക്കും എന്നുള്ള അത് വേറൊരു തലമാണ്. നമ്മളുടെ പരമ്പര ചിന്തിക്കുമ്പോൾ രണ്ടു മൂന്ന് തരത്തിൽ നമുക്ക് ചിന്തിക്കാം. ഏറ്റവും ആദ്യം എങ്ങനെയെന്നറിയാതെ ഈ ഗ്രഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗയ്യയിൽ രൂപപ്പെട്ട ആദ്യ ജീവഗണം, സസ്യമെന്നോ ജന്തുവെന്നോ പേരിടാൻ കഴിയാത്ത, ജന്തു എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥത്തിൽ എടുക്കാട്ടോ, ചീത്ത പറയുന്ന വാക്കല്ല, സസ്യമെന്നോ ജീവിയെന്നോ പറയാൻ കഴിയാത്ത ആദ്യ ജീവഗണം. അവിടുന്ന് അത് പിന്നീട് സസ്യമായും സസ്യമല്ലാതെയുള്ള ജീവപ്രകൃതിയുള്ള ജന്തുജാലങ്ങളായും പിരിയുന്നത്, വേർപെടുന്നത്, അവ ജലത്തിലെ ഹൈഡ്രകളായി അല്ലെങ്കിൽ പായലായും ഹൈഡ്രയായും പിന്നീട് മത്സ്യമായും പിന്നെ ഇഴഞ്ഞു നീങ്ങുമ്പോൾ പാറപ്പുറത്ത് പിടിച്ചു കയറിയ ഇഴജീവിയായും ഇഴജീവിയിൽ നിന്നത് മരത്തിലേക്ക് ഇഴഞ്ഞു കയറി ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പറക്കുന്ന ചാടുന്നതിനിടയിൽ അതിൻ്റെ കൈകൾക്കിടയിൽ രൂപപ്പെട്ട സ്ഥലങ്ങൾ തീർന്നുകൊണ്ട് ഇഴജീവിക്കും പക്ഷിക്കും ഇടയിൽ ഉണ്ടായ ഹെറാഡക്റ്റൈലുകൾ, അവിടെ നിന്ന് അവയുടെ നഖങ്ങൾ പല്ലുകൾ നഷ്ടപ്പെട്ട് കൊക്കായി രൂപാന്തരം പ്രാപിച്ച പക്ഷികൾ, ഇങ്ങനെ ശാസ്ത്രത്തിന് പറയാനുള്ള ഒരു പരിണാമ സിദ്ധാന്തമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയും എന്താണ് ഒളിമ്പസിനെ കുറിച്ച് ആത്മീയതയെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രത്തെ കൊണ്ടുവയ്ക്കുന്നതെന്ന്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒളിമ്പസിൽ നിന്നും കൂടി മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ശാസ്ത്രം ആത്മീയതയുടെ നേരെ എതിർകക്ഷിയല്ല. ശാസ്ത്രവും ആത്മീയതയും വിരുദ്ധങ്ങളല്ല. ആത്മീയതയുടെ അങ്ങേ തലയ്ക്ക് അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ തുഞ്ചത്ത് ഇവകളുടെ സീമകൾ ഒന്നായി പോകുന്നുണ്ട്. അത് കോസ്മിക് പെന്റാക്കൾ എന്താണെന്ന് സന്തോഷിനോട് ചോദിച്ചാൽ അദ്ദേഹം വിശദീകരിക്കുമ്പോൾ, പ്രപഞ്ച പഞ്ചകം എന്താണെന്ന് പറയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ ജീവഗണത്തിലേക്ക് വരാൻ കാരണം എന്നെ ഏറ്റവും വല്ലാതെ സ്പർശിച്ച ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഒരു സന്ദർഭം, മൈമൂന എന്ന പെൺകുട്ടിയെ കുറിച്ച് 12 വയസ്സുള്ള ഒരു പെൺകിടാവിനെ കുറിച്ച് പറയുമ്പോഴാണ് തോന്നുന്നു നോവലിൽ ആ സന്ദർഭം വരുന്നത്. മൈമൂന ചിതലിമലയുടെ ഈ താഴ്വരയിലൂടെ നടന്ന് ഒരു ചമ്പകത്തിന്റെയോ പ്ലാസിന്റെയോ തൈയിൽ നിന്നൊരു പൂ പൊട്ടിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു പൂർവകഥ അവിടെ ഇതൾ വിരികയാണ്. ചിതലിമലയുടെ താഴ്വരയിലൂടെ 2 ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങി. ഒട്ടുദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠത്തി തളർന്നു നിലയുറപ്പിച്ചു.
അനുജത്തി പിന്നെയും ഒരുപാട് ദൂരം യാത്ര ചെയ്തു. അന്ന് ചിതിരമലയുടെ താഴ്വരയിൽ ആ പൂമൊട്ട് ഒടിക്കാൻ വേണ്ടി കാലിൽ വെള്ളിത്തണ്ടയോ അങ്ങനെ എന്തോ ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, കൊലുസല്ല, ഈ വളയം പോലെ വെള്ളിത്തണ്ടയിട്ട പെൺകുട്ടി ആ പൂ ഒടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയപ്പോൾ ജ്യേഷ്ഠത്തി ചോദിച്ചു, അനുജത്തി നീ എന്നെ മറന്നുവല്ലേ? ഈ വരി കൃത്യമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. മഹി മറന്നുവല്ലേ എന്നാണോ? അതെ. അനുജത്തി നീ എന്നെ മറന്നുവല്ലോ. ആരാ ചോദിക്കുന്നത്? ഒരു ചെടിയുടെ ആത്മബോധം. ആ ചെടി പ്ലാച്ചിൻ തയ്യോ ചെമ്പത്തയ്യോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആ തയ്യ് അതിന്റെ ആത്മബോധത്തിൽ അനിയത്തി നീ എന്നെ മറന്നുവല്ലോ എന്ന് പറയുമ്പോൾ ആ ഭാഷ മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്ന, ഏറ്റവും പരിണമിച്ച ആധുനികമായി തീർന്നു എന്ന് പറയുന്ന മനുഷ്യരുടെ പ്രതിനിധിയായിട്ടുള്ള ആ പെൺകുട്ടി അത് കേട്ട് കാണുമോ? കേട്ടതായി ഖസാക്കിൽ പറയുന്നില്ല. ഇവിടെയാണ് ഖസാക്കിന്റെ പ്രകൃത്യാത്മീയത. ഒരു സസ്യവും ഒരു മനുഷ്യനും ജ്യേഷ്ഠത്തിയും അനുജത്തിയുമാകുന്നു. ഒരു മഹിഷവും ഒരു മനുഷ്യനും പിതാമഹനും പൗത്രനും ആയി മാറും. ഒരേ ചൈതന്യത്തിൽ നിന്നും ഉദ്ഭവിച്ച വേർപെട്ട ഉപസത്തകൾ കാലത്തിന്റെ ഏതെല്ലാമോ അതിരുകളിൽ യാത്രകളിൽ കണ്ടുമുട്ടുന്നു. പക്ഷേ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നുണ്ടോ? പ്രകൃതി ആത്മീയത പറയുമ്പോൾ പ്രകൃതി എല്ലാ കവികളും എഴുതുന്ന പോലെ മഹാനായ കവിയാണ് ONV. അദ്ദേഹം ധാരാളം ഭൂമിയെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്കു ഹൃദയത്തിലെന്നേ കുറിച്ച ഗീതം. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ സന്തതികളെ നൊന്തുപെറ്റു. ഒടുവിൽ ഭൂമിയുടെ തന്നെ സന്തതിയായിട്ടുള്ള മനുഷ്യൻ ഭൂമിയുടെ നാശത്തിന് കാരണമാകുന്നു. മുണ്ടിത ശിരസ്കയായി ഭ്രഷ്ടയായി നീ സൗരമണ്ഡല പെരുവഴിയിലൂടെ പാപകർമ്മത്തിന്റെ പുത്രശാപത്തിന്റെ വിഴുപ്പുമായി അങ്ങനെ അലയുന്ന സൗരയുദ്ധത്തിലൂടെ അലയുന്ന ഭൂമിയെക്കുറിച്ച് വേദനപ്പെട്ടു ONV. പക്ഷേ അവിടെ നിന്നാത്മ, ഭൂമിയും കവിതയുടെ സൗകര്യത്തിന് വേണ്ടിയാണ്, ഭൂമിയും ഞാനും അല്ലെങ്കിൽ കവിയും രണ്ടായിട്ട് നോക്കിക്കാണുന്ന രീതിയാണ് വരുന്നത്. അല്ലെങ്കിൽ ഭൂമിയെ ഒരു മാതൃസ്ഥാനത്തിൽ നിൽക്കുന്ന രീതിയിലാണ് കാണുന്നത്. പക്ഷെ വിജയൻ കൃതികളിലേക്ക് വരുമ്പോൾ അത് നമ്മൾ തന്നെയായി മാറുകയാണ്, ഒരു സത്തയുടെ പല ഉപസത്തകളായി മാറുകയാണ്. വിജയന്റെ ഖസാക്കിലെ കുഞ്ചാമിന മാഷോട്, രവിയോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് എനിക്ക് ഏറ്റവും ആഴമുള്ള ഒരു പ്രകൃത്യാത്മീയ ചിന്തയായിട്ട് തോന്നിയത്. മാഷെ, ഈ നമ്മൾ ചാകണതോ എട്ടുകാലി ചാകണതോ ജാസ്തി വേദന ഏതായിരിക്കും രതീഷ്? ജാസ്തി വേദന. അമലെ, ജിഷ്ണു, ജിഷ്ണുവിനെ ഞാൻ കണ്ടിട്ടില്ല. സന്തോഷ് ജിയും ഇതിനും പറഞ്ഞു. അമൽ എന്നെ ഇവിടെ എത്തിച്ചു. ചൂച്ച, തക്കുടു, നമ്മൾ ചാവണതോ എട്ടുകാലി ചാവണതോ ജാസ്തി വേദന. കുറച്ചു നേരം ഒന്ന് വേദനപ്പെട്ടു നോക്കൂ, ചിന്തിച്ച്.
ഈയൊരു സ്നേഹവും ഈയൊരു വേദനയുമാണ് ഒളിമ്പസിന്റെ പ്രകൃത്യാത്മീയത എന്നെ പഠിപ്പിച്ചത്. ഇതിൽ കൂടുതൽ പ്രകൃത്യാത്മീയതയെക്കുറിച്ച് എങ്ങനെ ഉപന്യസിക്കാനാവും? ഒരു ചെറിയ വ്യത്യാസവും കൂടി പറഞ്ഞ് ഞാൻ ഒളിമ്പസിന്റെ 1-2 കാര്യങ്ങളും കൂടി സൂചിപ്പിച്ച് ഈ ലഘു വർത്തമാനം നിർത്താം. പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകാം, അതിൽ കാര്യമില്ലല്ലോ. ഇവിടെ സന്തോഷിനോട് ചോദിച്ച് അറിയേണ്ട കാര്യങ്ങളുടെ നമുക്ക് സന്തോഷിന് വിശദീകരിക്കേണ്ട കാര്യമുണ്ട്. പൊന്നിയുടെ ക്ലാസ് ഉണ്ട്, മഹിക്ക് പ്രകൃത്യാത്മീയതയെക്കുറിച്ച് കൂടുതൽ പറയാനും കവിതകളെ കുറിച്ച് പറയാനുണ്ട്. അപ്പോ മാണിക്യൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഒന്ന് ഇരുന്നോട്ടെ, 5 മിനിറ്റും കൂടി പറയാം. ഞാൻ എവിടെ നിർത്തിയ എൻ്റെ തുടർച്ച നഷ്ടപ്പെട്ടു പോയി. മാണിക്യൻ എന്ന ലളിതാംബിക അന്തർജനത്തിന്റെ കഥയുണ്ട്. വളരെ മികച്ച കഥകളുടെ ഒരു ഉദാഹരണമായിട്ട് ചെറുകഥാ സാഹിത്യത്തിൽ പറയുന്നൊരു കഥയാണ്. മാണിക്യൻ എന്നൊരു ഒരു കാളയും കുട്ടിയും അല്ലെങ്കിൽ വീട്ടുകാരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ്. അതിൽ പ്രകൃതി സ്നേഹമുണ്ടോ? ഉണ്ട്. പക്ഷെ ഒരു മൃഗത്തോട് മനുഷ്യനുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ കഥ പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ശബ്ദിക്കുന്ന കലപ്പയുണ്ട് പൊൻകുന്നം വർക്കിയുടെ. അതിലുമുണ്ട് ആ കാളയോടുള്ള കർഷകന്റെ അദമ്യമായ സ്നേഹം. പക്ഷെ അങ്ങനെയുള്ള ഒന്നോടുള്ള അത് മനുഷ്യന്റെ മനസ്സിന്റെ മഹത്വം കൂടി കാണിക്കാനുള്ള അത്തരം കഥകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പലപ്പോഴും OV വിജയന്റെ കൃതികളില് പ്രകൃത്യാത്മീയത കടന്നു വരിക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒന്ന് കേമമെന്നോ മറ്റേത് മോശമെന്നോ പറയാനല്ല, അതിന്റെ ദർശന വ്യത്യാസം. പ്രകൃതിയിൽ ഒളിമ്പസ് പ്രകാരം എല്ലാ സത്തകൾക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ, ഒരുപക്ഷെ അപ്പുറത്തെ മുറ്റത്ത് മേയുന്ന ഒരു പശു, ഒരു കരിങ്കൽ കഷ്ണം, ഒരു പുൽനാമ്പ്, പറന്നു പോകുന്നൊരു പക്ഷി, ഇവയ്ക്കെല്ലാം ഈ സത്തകൾക്കെല്ലാം തന്നെ ഒരു ആത്മമുണ്ട്. ഈ ആത്മങ്ങളെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു വലിയ ഭൂമിക്കകത്ത് തന്നെ ഉള്ള ഒരു മഹാസത്തയുണ്ട്. ആ സത്തയ്ക്ക് ഒരു ഉപരിസത്തയുണ്ട്. അങ്ങനെ ഒരു ഉപരിസത്തയുമായി ബന്ധം വരുന്ന ഒരു സാഹിത്യരൂപം എനിക്ക് തോന്നിയിട്ടുള്ള ONV വീണ്ടും വരുന്നു. സ്വസ്തി തേ സൂര്യ ഹേ സ്വസ്തി എന്നുള്ളതാണ്. അതിൽ കുറച്ച് പ്രകൃത്യാത്മീയതയുടെ വിശാലമായ അർത്ഥത്തിലൊരു ദർശനം വരുന്നുണ്ട്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ എന്നാണ് വിളിക്കുന്നത്. സൂര്യന്റെ ചൈതന്യമാണ് പൂവുകളിൽ അടിവച്ചു പുഴകളിൽ നീരാടി പുളിനഹരിതങ്ങളിൽ എല്ലാവിടെയും ജീവന്റെ ഉന്മത്ത നൃത്തം. ഈ ഒരു ഉപരിസത്തയുടെ മഹാചൈതന്യത്തിന്റെ കണക്ടിവിറ്റി, സാന്നിധ്യം മറ്റ് ചെറു ഓരോ സത്തകളിലും ജീവന്റെ ഉന്മത്ത നർത്തനം നടത്തുന്നു എന്നുള്ള ഒരു ദർശനം കുറച്ചുകൂടി ഭൂമിക്കൊരു ചരമഗീതത്തെക്കാൾ പ്രകൃത്യാത്മീയതയുടെ ഒരു ഉയർന്ന തലത്തെ, ആത്മങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ, ഉപരിസത്തയുടെ സാന്നിധ്യത്തെയൊക്കെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആത്മങ്ങൾ ഈ അപൂർവങ്ങളായ നിമിഷങ്ങളിൽ ഒത്തുചേർന്നിരിക്കുന്ന അവസ്ഥ അറിയാതെ, നമ്മൾ നമ്മളെ തിരിച്ചറിയാതെ, നമ്മൾ മൃതരായി തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാലത്തിൽ ഇന്നെങ്കിലും ഈ ബോധത്തിലേക്ക്, ഈ ഒരു തിരിച്ചറിവിലേക്ക്, ഈ ഒരു ആനന്ദത്തിലേക്ക്, ഈ ഒരു കൂടിച്ചേരലിലേക്ക്, ഈ ആത്മങ്ങളെല്ലാം ചേർന്ന് ഒരാത്മസത്യമായി തീരുന്ന ഈ നിർവൃതിയുടെ നിമിഷങ്ങളിലേക്ക് എന്നെ കൊണ്ടിരുത്തിയതിന് പ്രകൃതിയോട് തന്നെ, പ്രകൃതിയുടെ ഭാഗമായ ഞാൻ എന്ത് നന്ദി പറയാൻ.
ശാസ്ത്രത്തെയും ആത്മീയതയെയും കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ ആലോചിച്ചു വെച്ചിരുന്ന നമ്മുടെ ആന്തരികമായ ആ ചലന, നമ്മുടെ സത്തയുടെ അകത്തെ ആ ചലനാത്മകതയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ശാസ്ത്രവും അപാരമായ ഭാവനയാണ്. മഹിക്ക് ഒരുപക്ഷെ സൂചിപ്പിക്കാൻ കഴിയും, ഐൻസ്റ്റീൻ്റെ തോന്നുന്നു റിലേറ്റിവിറ്റി തിയറി. അത് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് കോസ്മിക് പെന്റാക്കിൾ ഓർമ്മ വരും, സന്തോഷിന്റെ കോസ്മിക് പെന്റാക്കിൾ. പ്രകൃതിയാത്മീയതയുടെ ഉന്നതമായ ഏറ്റവും പഠിച്ചെന്ന് പറഞ്ഞ പോലെ ചിന്തിച്ചെത്തുമ്പോഴുള്ള പ്രപഞ്ച പഞ്ചക സിദ്ധാന്തത്തിന്റെ അടുത്തേക്ക് വരുന്ന ദ്രവ്യത്തിന്റെ അവസ്ഥകളും അതിന്റെ അപ്പുറത്തുള്ള ശാസ്ത്രീയ ചിന്തകളും വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് സന്തോഷിന്റെ ഈ ഒളിമ്പസ് പ്രകൃത്യാത്മീയ ചിന്തകൾ ഒരേ സമയം അത്യുദാത്തമായ അതിരുകളില്ലാത്ത സങ്കല്പനമാണ്, അപാരമായ ഭാവനയാണ്. എന്നാൽ ഒരു ഭാവന എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയാത്ത വിധം അത് അനുഭവപ്പെടുന്ന എന്തോ ഒന്ന്, അതാണത്. ഒരേ സമയം അതിര് കടന്ന പറഞ്ഞാൽ അതിന്റെ നെഗറ്റീവിലല്ല, ഉദാത്തമായ അതിരുകളില്ലാത്ത ഭാവനയുടെ സർഗാത്മകതയുടെ ഒരു കൽപ്പനാ സൃഷ്ടിയാവുകയും അതേസമയം നമുക്കൊക്കെ നമ്മുടെ സത്തകളിലേക്ക് ഒരു അനുഭൂതി വിശേഷമായി ഉൾച്ചേരുകയും ചെയ്യുന്ന ഈ പ്രകൃതിയാത്മീയതയിൽ, ഒളിമ്പസിൽ ഇനിയും എനിക്ക് അലിയാൻ കഴിയട്ടെ എന്ന് എന്നോട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.